ഗായ്സ് നമ്മൾ ചിക്കൻ കറി വെക്കാൻ പോവുകയാണ്. ഇത് വേറെ ചിക്കനാണ്. ഇത് വേറൊരു സംഭവത്തിന്, ഇത് ചിക്കൻ കറിക്കുള്ള ചിക്കൻ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ചിക്കൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോണത്. ചിക്കൻ, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് ചിക്കൻ മസാല, പിന്നെന്തുവാ കുറച്ച് തൈര്, പിന്നെ കുറച്ച് നാരങ്ങ നീരും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്യണം. ഉപ്പും കൂടെ ഇട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ മാറ്റി വെക്കണം. ഗായ്സ്, ഒരാൾ ചിക്കൻ അരിയുന്നു, ഞാനിവിടെ ചതയ്ക്കുന്നു. ചിക്കൻ പൊരിക്കാൻ 2 ഇതിലായിട്ട് വെച്ചു. കുറച്ച് 4 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അരച്ചത്, കുറച്ച് സവാള, 4 സവാള ഞാൻ എടുക്കുന്നുണ്ട്. കുറച്ച് മൊരിയണം, നല്ലപോലെ മൊരിയണ്ട, കറി വെക്കാൻ വേണ്ടി. നമ്മൾ മസാല നമുക്ക് സ്പൂൺ അനുസരിച്ചല്ല, എൻ്റെ ഒരു കണക്കിന് ഇട്ടേക്കുന്ന. കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് ചിക്കൻ മസാല, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി. നമ്മൾ തിരിച്ചും മറിച്ച് വന്നിട്ട് 2 സൈഡൊന്ന് മൊരിയിച്ചെടുക്കണം. ഈ പാത്രത്തിലാണ് കറി വെക്കുന്നത്. ഇത് ചൂടാവാൻ വെക്കണം. ഞാൻ ചിക്കൻ പൊരിച്ച എണ്ണ തന്നെയാണ് ആദ്യം ഒഴിക്കുന്നത്. ചിക്കൻ ആയിട്ടുള്ളത് ഇതും കൂടെ ആവാനുണ്ട്. ഒരു സെറ്റായി, 2 സെറ്റായി, ഇത് 3ാമത്തെ സെറ്റാണ്. നമുക്ക് ഇത് ചൂടായെങ്കിൽ ആ എണ്ണ ഒഴിക്കാം. സവാളയും പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടാണ് മിക്സ് ചെയ്തത്. ഞാൻ മസാല ഒന്നും ഇട്ടിട്ടില്ല, ചിക്കൻ പൊരിച്ച എണ്ണ ആയതുകൊണ്ടാണ് ഈ കളർ വന്നത്. എന്നാലും നമുക്കൊരു ഏകദേശം ഒരു ബ്രൗൺ കളർ ആകുമ്പോഴാണ് മസാലയൊക്കെ ആഡ് ചെയ്യുന്നത്. നേരത്തെ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. ഗ്യാസ് കുറച്ച് വെച്ചേക്കണേ മസാല ഇടുമ്പോൾ. പച്ചമണം മാറുന്ന വരെ ഇളക്കി കൊടുത്തേക്കാം. കുറച്ച് മണം മാറി വരും. കുറച്ച് വെള്ളം ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുക. നമുക്ക് ഗ്യാസ് കുറച്ച് കൂട്ടി വെക്കാം. കുറച്ച് വെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട്, പറ്റാൻ വേണ്ടിയാണ്. ചിക്കനും കുറച്ചുകൂടെ വേഗം ഇത് പറ്റുമെന്നാണ്. നമുക്ക് ചിക്കൻ തിളച്ച് വരുന്നുണ്ട്. നല്ലോണം ഒന്നും തിളക്കട്ടെ. ചാറ് കുറവായിട്ടാണ്, അധികം ചാറ് വേണ്ട, എന്നാലും ചാറ് ഉള്ള രീതിയിലാണ് വെക്കുന്നത്. അപ്പം കുറച്ചുകൂടെ ഒന്ന് പറ്റണം. ആയി കിടക്കും.